ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിരട്ട കൊണ്ടുള്ള കുറേ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരുകിയ ശേഷം കളയുന്ന ഈ ചിരട്ട കൊണ്ട് നല്ല കുറേ ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ അരിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നാഴിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ടിരുന്നാൽ നമുക്ക് ആ അരിയൊക്കെ എടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ അരിയിലൊക്കെ വരുന്ന ചെറിയ പ്രാണികളെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരു തുണ്ട് ചിരട്ട നമ്മൾ അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെറിയ പ്രാണികളൊന്നും ഈ അരിയിലൊന്നും വരാറില്ല. അപ്പോൾ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അത് മുട്ട കൊണ്ടുള്ള ടിപ്സാണ്. നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ പല വിദ്യകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിരട്ട കൊണ്ടുള്ള ഒരു വിദ്യയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ടയുടെ ആ ഒരു ഹോൾ ഒന്ന് ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഹോളായിരിക്കണം. വലുതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ മഞ്ഞയും അതിൻ്റെ അകത്തൂടെ പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ വെള്ളം എല്ലാം അതിൻ്റെ അകത്തൂടെ അങ്ങ് നമുക്ക് പാത്രത്തിൽ വരും. അതിനുശേഷം മഞ്ഞ മാത്രം ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം. അതുമാത്രമല്ല, നമ്മൾ ചിരട്ടയിൽ ഹോളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ ഹോളായി പോകരുത്. വലിയ ഹോളായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതെല്ലാം നമുക്ക് ആ പാത്രത്തിൽ നമുക്ക് ഇത് മുട്ടയുടെ വെള്ളം ആയി കിട്ടും. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ പൊട്ടിച്ച ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ ഞാനതിവിടെ ചിരട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിന് നിമിർന്ന് നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചിരട്ട കൊണ്ട് പല വിദ്യകളും ഉണ്ട് കേട്ടോ. നമ്മൾ ചിരട്ട ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട് കേട്ടോ. നല്ലതുപോലെ ചിരട്ട കഴുകിയ ശേഷം അതിനെ പൊട്ടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ ഊറി വരുന്ന ആ ഒരു ഇത് കുടിക്കാറുണ്ട്. അപ്പോൾ ഞാനതിവിടെ നല്ലതുപോലെ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് സിങ്കിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവും. അത് പെട്ടെന്ന് തന്നെ അത് അടവൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിവിടെ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിങ്കിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതെല്ലാം പോയി കിട്ടും. അതിനുശേഷം നല്ല തിളച്ചിരിക്കുന്ന വെള്ളം ആ ചൂടോടെ തന്നെ ആ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര അടവുള്ള സിങ്കും പെട്ടെന്ന് തന്നെ നമുക്കത് നല്ലതുപോലെ വെള്ളം വീത്തുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് ആയ ശേഷം നമുക്ക് തണുത്ത വെള്ളം വീട്ടി കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കുന്ന പോണയിൽ സ്ഥിരമായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നനവ് പോലെ വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ചിരട്ട കഷ്ണം ആ ഒരു പഞ്ചസാരയിലേക്ക് ഇട്ട് വച്ചതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര എടുക്കുന്ന അതിൽ നമ്മൾ തടിയിലുള്ള തവിയോ അല്ലെങ്കിൽ ചിരട്ട തവിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലത്തെ ചിരട്ട ചെറിയ കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിലിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോകില്ല. നല്ല രീതിയിൽ കുറേ നാൾ നമുക്ക് പഞ്ചസാര നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മാവൊക്കെ അരിയൊക്കെ ആട്ടുമ്പോൾ ഉഴുന്ന് നല്ലതുപോലെ പൊലിഞ്ഞ് വന്നില്ലെങ്കിൽ പിറ്റേന്ന് നമ്മൾ ദോശ ചുടുമ്പോൾ അത് കല്ല് പോലെ ഇരിക്കും. ദോശ ഒട്ടും തന്നെ പഞ്ഞി പോലെ ഇരിക്കില്ല. അങ്ങനെ വരുന്ന ദിവസം നമ്മൾ ഇതുപോലെ ഒരു ചിരട്ട ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു തുണ്ട് ചിരട്ട നമ്മൾ മാവിലേക്ക് മുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാവ് പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെയൊക്കെ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളിതുപോലെ കുപ്പിയിലൊക്കെ വീത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കളഞ്ഞു പോകാറുണ്ട്.
അപ്പോൾ അത് കളയാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചിരട്ട ഇതുപോലെ ഹോളിട്ട് ഒരു വലിയ ചിരട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കുപ്പിയിലാണോ എണ്ണ ഒഴിക്കുന്നത് ആ കുപ്പിയിലെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണേനെ ഒന്ന് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ചെറിയ കുപ്പിയായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും നമുക്ക് പുറത്ത് പോവാതെ നല്ല രീതിയിൽ നമുക്ക് വീഴ്ത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഇന്ന് നല്ലതുപോലെ ആ ഒരു തുള്ളി എണ്ണ പോലും പോവാതെ നമ്മൾ വീഴ്ത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ എണ്ണ സ്ഥിരമായിട്ട് വീഴ്ത്തി വയ്ക്കുന്ന കുപ്പിയിൽ സ്ഥിരമായിട്ട് എണ്ണ വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഒരു അരക്ക് പോലെ പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ആ കുപ്പിയിലൊന്ന് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കുപ്പിയിൽ അഴുക്കാവാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളെ വീടുകളിലൊക്കെ തിരികൾ കത്തിക്കുന്ന വീടുകളിലാണെങ്കിൽ നമുക്ക് തിരിയൊക്കെ കത്തിക്കാൻ നമുക്ക് ഇതുപോലെ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ തറയിൽ വന്ന് വീഴാതെ നമുക്ക് കത്തിക്കാൻ പറ്റും. ഇതുപോലെ ആ ഒരു ഇത് ഹോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ അത് അവിടെ ഇരിക്കും കേട്ടോ. അല്ല നമുക്ക് ചരിഞ്ഞ് വീഴുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരികളൊക്കെ കത്തിക്കാൻ നല്ല എളുപ്പമാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ, നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തിരി കത്തിച്ച് നമ്മളിതുപോലെ തറകളിലും അതുപോലെ തന്നെ ഇത് കൗണ്ടർ ടോപ്പിലൊക്കെയാണ് വയ്ക്കണം. പക്ഷെ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മെഴുകൊക്കെ ഉരുകി അതിലൊക്കെ ആയി ഒട്ടും തന്നെ വൃത്തി കാണില്ല. അപ്പോൾ ഇതുപോലെ ഒരു ചിരട്ടയിൽ നമ്മൾ തിരി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ തറയിലൊന്നും മെഴുകാവാതെ നല്ലതുപോലെ കത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിരട്ടയൊക്കെ കൊണ്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.